Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറിയ മാലിന്യത്തിൽ സിറിഞ്ച് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയ സംഭവത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തർക്കം. വിഷയത്തിൽ സ്വീകരിച്ച നടപടിയെക്കുറിച്ച് വ്യക്തത വേണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടതാണ് ബഹളത്തിനിടയാക്കിയത്. നിയമപരമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ നിയമം പറയട്ടെ, പിന്നെ അവൻ പറയട്ടെ എന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. നിയമം പറയുമ്പോൾ സെക്രട്ടറി നിയമം. ആശുപത്രിയിൽ നിന്നും വേർതിരിക്കാതെയാണ് ഹരിത കർമ്മസേനയ്ക്ക് മാലിന്യങ്ങൾ കൈമാറുന്നതെന്ന് കണ്ടെത്തിയതായും ഇതിന് 10,000 രൂപ വരെ പിഴ ചുമത്താവുന്ന കുറ്റമാണെന്ന് വ്യക്തമാക്കി നിയമാനുസൃതം നോട്ടീസ് നൽകിയതായും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു. അന്നേ ദിവസം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മാത്രമാണ് തൊഴിലാളികൾ മാലിന്യമെടുത്തതെന്നും അതിൽ സിറിഞ്ചും രക്തം പുരണ്ട പഞ്ഞിയും തുണിയുമെല്ലാം ഉൾപ്പെട്ടിരുന്നെന്നും ഇവർ വിശദീകരിച്ചു. പരാതിക്ക് പിന്നാലെ ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോൾ മാലിന്യം വേർതിരിക്കാതെയാണ് കൈമാറുന്നതെന്ന് കണ്ടെത്തിയതായും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. തുടർന്നാണ് പിഴ ചുമത്താൻ നോട്ടീസ് നൽകിയത്. ഇതിനിടെ ആശുപത്രിക്ക് പിഴയിട്ടുവെന്ന് നഗരസഭാ സെക്രട്ടറി താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിശദീകരിച്ചെന്നും കൗൺസിലിൽ എത്തിയപ്പോൾ മയപ്പെടുത്തി നോട്ടീസാക്കി മാറ്റിയത് മോശമായെന്നും ലീഗ് അംഗങ്ങൾ വിമർശിച്ചു. താലൂക്ക് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരണത്തിനായി ചേർന്ന കൗൺസിൽ യോഗത്തിലായിരുന്നു ബഹളം. കൗൺസിൽ ഏകകണ്ഠമായി നിർദ്ദേശിക്കേണ്ട സാമൂഹിക പ്രവർത്തകരായ 3 പേരുടെ കാര്യത്തിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് തൽക്കാലം ഇവരെ ഒഴിവാക്കി കമ്മിറ്റി രൂപീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.